ഹലോ, നമ്മളിന്ന് അനലോഗ് ഇലക്ട്രോണിക്സിൻ്റെ ഒപ്പാം സർക്യൂട്ട്സിൽ തന്നെ കണ്ടിന്യൂഷനാണ് എടുക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒപ്പാമിൻ്റെ ഇൻവെർട്ടിങ്, നോൺ ഇൻവെർട്ടിങ് അങ്ങനെ കുറേ ടൈപ്സുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഇൻ്റഗ്രേറ്റർ ആംപ്ലിഫയറിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു ഇൻ്റഗ്രേറ്റർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൊടുക്കുമല്ലോ. ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഒരു നെഗറ്റീവ് ഇൻ്റഗ്രലിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അതാണ് ഇൻ്റഗ്രേറ്റർ ആംപ്ലിഫയർ. നോക്കൂ, ദ ഐഡിയൽ ഒപ്പാം ഇൻ്റഗ്രേറ്റർ ഈസ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ whose output voltage which is proportional to the negative integral of the input voltage, thereby simulating mathematical integration. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു നെഗറ്റീവ് ഇന്റഗ്രൽ ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ബൈ റീപ്ലേസിംഗ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് വിത്ത് എ കപ്പാസിറ്റർ, we now have the RC network connected across the operational amplifier feedback path, producing another type of operational amplifier circuit commonly called as op-amp integrator. നമ്മൾ നോർമൽ ആയിട്ട്, അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട എല്ലാ ഒപ്പാമിലും നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഫീഡ്ബാക്ക് ആയിട്ട് നമ്മളൊരു റെസിസ്റ്ററാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? എന്നാൽ ഇൻ്റഗ്രേറ്റർ ആംപ്ലിഫയറിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്യുക. അതായത് ഇൻ്റഗ്രേറ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു കപ്പാസിറ്റർ, ഒരു RC നെറ്റ്വർക്കാണ് നമുക്ക് അവിടെ വരുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്പാം ഇൻ്റഗ്രേറ്റർ എന്ന് പറയുന്നത്. The op-amp integrator is an operational amplifier circuit that performs mathematical operation of integration. Integration എന്ന ആ ഒരു mathematical operation perform ചെയ്യുന്ന ഒരു op-amp integrator ആണ്, ഒരു operational amplifier ആണ് നമ്മുടെ ഈ op-amp integrator എന്ന് പറയുന്നത്. Okay, the op-amp integrator produces an output voltage which is proportional to the integral of the input voltage. നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒപ്പാം ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പറഞ്ഞത്? ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ പറയുന്ന ഈ ഒരു ഫീഡ്ബാക്കിനെ നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്കിൽ നമ്മൾ റെസിസ്റ്ററാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റെസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദർബൈ ഇവിടെ നമുക്കൊരു ടോട്ടലായിട്ടൊരു RC നെറ്റ്വർക്കാണ് ഫോം ആകുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് എവിടേക്കാണ്? നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും ഔട്ട്പുട്ട്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് എടുക്കുന്നത് അത് ഇവിടെയാണ് ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുന്നത്. പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മൾ പറഞ്ഞത് മെയിൻ ഒരു ഡിഫറൻസ് എന്താണ്? നമ്മളൊരു കപ്പാസിറ്റീവ് ഫീഡ്ബാക്കാണ് ഇവിടെ കൊടുക്കുന്നത്. The magnitude of the output signal is determined by the length of the time a voltage is present at the input as a current through the feedback loop charges or discharges the capacitor as required negative feedback occurs through the capacitor. അതായത് നമ്മൾ എത്രത്തോളം ടൈം, ആ ഒരു ടൈമിൻ്റെ ലെങ്ത് എത്രത്തോളമാണോ നമ്മൾ അവിടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. അതായത് ആ ഒരു ടൈമിങ്ങിനനുസരിച്ച് കപ്പാസിറ്റർ ചാർജിങ് ആകും, അതുപോലെ തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്യും, അല്ലേ? ആ ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് ആയിരിക്കും നമ്മുടെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒപ്പാം ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൻ്റെ എന്തെന്ന് പറയുന്നത്? ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് തന്നെ നമുക്കൊരു സ്റ്റെപ്പ് വോൾട്ടേജ്, നമ്മളൊരു V എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റെപ്പ് വോൾട്ടേജ് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എവിടേക്ക്? ഇൻപുട്ട് ഓഫ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് ആംപ്ലിഫയർ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇനിഷ്യൽ ടൈമിൽ എന്തായിരിക്കും? കപ്പാസിറ്ററിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. സോ ദ അൺചാർജ്ഡ് കപ്പാസിറ്റർ ഹാസ് എ വെരി ലിറ്റിൽ റെസിസ്റ്റൻസ് ആൻഡ് ആക്ട് ആസ് എ ബിറ്റ് ലൈക്ക് ഓർ ഷോർട്ട് സർക്യൂട്ട് അലോയിങ് മാക്സിമം കറന്റ് ടു ഫ്ലോ വയ ദ ഇൻപുട്ട് റെസിസ്റ്റർ Rin ആസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്, അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം കപ്പാസിറ്ററിൽ പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ആ ചാർജ് ആദ്യം നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ കപ്പാസിറ്ററിന് ചെറിയൊരു റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ആകുകയും മാക്സിമം കറന്റ് ഫ്ലോ അതിലൂടെ ആ ഒരു ഇൻപുട്ട് റെസിസ്റ്ററിൽ വഴി ഫ്ലോ ആകുന്നതിനും ചാൻസസ് ആകുന്നുണ്ട്. So there is no current flows into the amplifier's input and point X is a virtual earth resulting into zero output. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കറന്റ് ഒന്നും ആംപ്ലിഫയറിലൂടെ പോകുന്നില്ലെങ്കിൽ എന്താവുന്നുണ്ട്? നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു സീറോ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആസ് ദ ഇംപിഡൻസ് ഓഫ് ദ കപ്പാസിറ്റർ അറ്റ് ദിസ് പോയിന്റ് ഇസ് വെരി ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ദ ഗെയിൻ റേഷ്യോ ഓഫ് XC/Rin, അതായത് റിയാക്ടൻസ് XC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് Rin ഈസ് ഓൾസോ വെരി സ്മോൾ, ഗിവിംഗ് ആൻ overall voltage gain is less than 1, അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വരുന്ന ടോട്ടൽ വാല്യൂസ് എല്ലാം തന്നെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും നമുക്ക് വോൾട്ടേജ് ഗെയിനും ഒന്നിനേക്കാൾ കുറവായിരിക്കും വരുന്നത്. ആസ് ദ ഫീഡ്ബാക്ക് കപ്പാസിറ്റർ C begins to charge, ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈമിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജഡ് ആയിരിക്കില്ല, അല്ലേ?
then നമ്മുടെ വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നതിനനുസരിച്ച് കപ്പാസിറ്റർ എന്താകും ചാർജ് ആകാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്, ആ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റർ എന്താകും ചാർജ് ആകുന്നുണ്ട്. ഇറ്റ്സ് ഇംപിഡൻസ് എക്സ് ഈ സ്ലോ ഇൻക്രീസ് ഇൻ പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് റേറ്റ് ഓഫ് ചാർജ്. ആ ചാർജ് എത്രത്തോളമാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ഈ കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എക്സി എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. The capacitor charge ups to rate determined by the RC time constant of the series RC network. അപ്പോൾ നമുക്ക് കപ്പാസിറ്റർ ചാർജ് ആകുന്ന ആ ഒരു ടൈമിനെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു RC ടൈം കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ടൗ, ആ ഒരു ടൈം കോൺസ്റ്റന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കപ്പാസിറ്ററിന്റെ ചാർജിങ് ടൈം കണ്ടുപിടിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫോഴ്സസ് the op-amp to produce an output voltage that maintain the virtual earth at the op-amp's inverting output. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, op-ampനെ എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യാണ്. അതെങ്ങനെ, ഒരു മെയിൻറ്റെയിനിങ് വിർച്വൽ എർത്ത് അറ്റ് ദ op-amp's inverting output. നമ്മൾ പറഞ്ഞു ഒരു എൻഡ് നമ്മൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്, അല്ല എർത്ത് ചെയ്തിരിക്കുകയാണ്, അതായത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിനെ എന്നിട്ട് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് op-ampനെ ഫോഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് ചെറിയൊരു നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്ററിന്റെ ആംപ്ലിഫയറിന്റെ. Then the capacitor is connected between the op-amp's inverting input which is at the virtual ground potential and the op-amp's output. അപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. Okay, the potential voltage VC developed across the capacitor slowly increases causing the charging current to decrease as the impedance of the capacitor increases. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന കപ്പാസിറ്ററിന്റെ ഇംപിഡൻസ് എന്താകുകയാണ്, ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇൻപുട്ട് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് കപ്പാസിറ്റർ ചാർജിങ്ങും കൂടുകയാണ്. thereby നമുക്ക് അവിടെ ഉണ്ടാകുന്ന കപ്പാസിറ്റീവ് എഫക്റ്റും ഇൻക്രീസ് ആവുന്നുണ്ട്. This result the ratio of XC by R in increasing, producing a linearly increasing the ramp output voltage that continues to increase until the capacitor is fully charged. അപ്പോൾ കപ്പാസിറ്റർ ചാർജ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു റേഷ്യോ ഉണ്ടല്ലോ XC by RN, അതായത് റിയാക്ടൻസ് ബൈ RN എന്ന് പറയുന്ന ആ റേഷ്യോ നമുക്ക് ഗ്രാജുവലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ലീനിയർലി ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റാമ്പ് ഔട്ട്പുട്ട് വോൾട്ടേജിനെ പോലെ നമുക്കത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെയാണ് ആ ഇൻക്രീസിങ് നടക്കുന്നത്, നമ്മുടെ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുന്ന ആ ഒരു ടൈം വരെ. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് ദ കപ്പാസിറ്റർ ആക്ട് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ കപ്പാസിറ്റർ മാക്സിമം ചാർജ് ആകും അല്ലെ. ആ ഒരു സമയമാകുമ്പോൾ എന്താകുന്നുണ്ട്, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബ്ലോക്കിംഗ് എനി മോർ ഫ്ലോ ഓഫ് DC കറന്റ്, അതിനുശേഷം നമുക്ക് അതിലൂടെ എന്തെങ്കിലും കറന്റ് ഫ്ലോ, DC കറന്റ് ഫ്ലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എപ്പോൾ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആകുന്ന ടൈമിൽ. The ratio of the feedback capacitor to the input resistor is now infinite, resulting in infinite gain. അപ്പോൾ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ ഫുൾ ചാർജ് ആകുന്നത് വരെ എൻ്റെ ഈ ഒരു റേഷ്യോ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഫുൾ ചാർജ് ആകുമ്പോൾ എന്താകും, ഈ ഒരു റേഷ്യോയും അതുപോലെ തന്നെ ഇൻഫൈനറ്റ് ആയിട്ട് മാറും. അതിൻ്റെ വഴിയായിട്ട് നമുക്ക് ഗെയിനും ഇൻഫൈനറ്റ് ആകുന്നുണ്ട്. The result of this high gain is so that the output of the amplifier goes into saturation. അപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഫൈനറ്റ് ഗെയിൻ ആകുന്നത് വഴി നമുക്ക് എന്താകും, നമ്മുടെ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തും. അതായത് സാച്ചുറേഷൻ occurs when the output voltage of the amplifier swings heavily to one voltage supply rail to other with a little or കൺട്രോൾ ഇൻ ബിറ്റ്വീൻ. ദർ ഇസ് നോ കൺട്രോൾ, അതായത് നമ്മൾ പെട്ടെന്ന് ഒരു വോൾട്ടേജിൽ നിന്ന് വേറൊരു വോൾട്ടേജിലേക്ക് മാറി അങ്ങനെ ഒരു ചേഞ്ചസ് വരുന്നുണ്ടാവും നമുക്ക് അവിടെ. ഓക്കെ, അതായത് ഹെവിലി ആയിട്ടായിരിക്കും നമുക്ക് അവിടെ ഒരു ചേഞ്ച് വരുന്നത്. ഓക്കെ, അതാണ് നമുക്കൊരു സാച്ചുറേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്, കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആകുന്ന ടൈമിലാണ്. The rate at which the output voltage increases is determined by the value of the resistor and capacitor, that is RC time constant. എത്രത്തോളമാണോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ആകുന്നത് അതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കപ്പാസിറ്റർ RC ടൈം കോൺസ്റ്റന്റ് പറഞ്ഞിരുന്നല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. By changing this RC time constant value, either by changing the value of the capacitor or resistor, the time in which it takes output voltage to reach saturation can also be changed. അപ്പോൾ നമ്മുടെ ഈ ഒരു RC ടൈം കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു RC ടൈം കോൺസ്റ്റന്റ് ഒന്നില്ലെങ്കിൽ ആറിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ, ഇത് ഏതെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സാച്ചുറേഷനിൽ എത്തുന്നുണ്ട് അല്ലെ. ഒരു ഫൈനൽ ആ ഒരു ഗെയിൻ ഇൻഫൈനറ്റ് എത്തുമ്പോൾ, ആ ഒരു അതായത് XC by R എന്ന് പറയുന്നത് ഇൻഫൈനറ്റിൽ എത്തുമ്പോൾ നമ്മുടെ വോൾട്ടേജ് ഗെയിനും ഇൻഫൈനറ്റിൽ എത്തും. ആ ഒരു ടൈമിൽ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സാച്ചുറേഷനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഒരു RCയുടെ വാല്യൂ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് നമ്മുടെ സാച്ചുറേഷൻ പോയിന്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഗ്രാഫ് നോക്കൂ, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ് അല്ലെ, 0 വോൾട്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഞാൻ ഇൻപുട്ട് സിഗ്നൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സാച്ചുറേഷൻ എന്ന് പറയുന്നത് കണ്ടോ, ഒരു 0 വോൾട്ട് ഇൻക്രീസ് ആയി എൻ്റെ കപ്പാസിറ്റർ ചാർജ് ആകുന്നതിനനുസരിച്ച് എനിക്ക് എൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണോ എൻ്റെ കപ്പാസിറ്റർ മാക്സിമം, അതായത് മാക്സിമം ഇൻഫൈനറ്റ് വോൾട്ടേജ് ഗെയിൻ എത്തുന്ന ഈ ഒരു പോയിന്റിൽ എൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായി, സാച്ചുറേഷൻ ആയി.
കണ്ടില്ലേ, ഈ ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തും. അതായത് കപ്പാസിറ്റർ ചാർജ് ആകുന്നതിനനുസരിച്ച് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ആയി ഒരു പർട്ടിക്കുലർ ടൈമിൽ അതൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റർ ഒപ്പാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പാണ് logarithmic amplifier എന്ന് പറയുന്നത്. Okay, the electronic circuit which perform the mathematical operations such as logarithm, anti-logarithm with an amplification are called as logarithmic amplifier. അതല്ലെങ്കിൽ anti-logarithmic. അതായത് ഒരു സർക്യൂട്ടിന് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആയ ലോഗരിതമിക്കും അതുപോലെ തന്നെ ആന്റി ലോഗരിതം, എക്സ്പോണൻഷ്യൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ എങ്ങനെ, ഒരു ആംപ്ലിഫിക്കേഷൻ റിസൾട്ടോടെ അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്കൊരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലോഗരിതമിക്കോ അല്ലെങ്കിൽ ഒരു ആന്റി ലോഗരിതമിക്കോ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് തരാൻ പറ്റുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു സർക്യൂട്ടിനെ ഒരു ലോഗരിതമിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയാം. അതായത് ആന്റി ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലി ആണ് അല്ലെ, എക്സ്പോണൻഷ്യൽ ആണ്. അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ വിളിക്കാൻ പറ്റും. A logarithmic or anti-logarithmic log amplifier is an electronic circuit that produces an output that is proportional to the logarithm of the applied input. അപ്പോൾ നമ്മൾ ഇതെല്ലാം പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു ലോഗരിതമിക് റിസൾട്ട് ആയിരിക്കും, ലോഗരിതമിക് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇന്റഗ്രേറ്ററിൽ എന്താണ് പറഞ്ഞത്, ഒരു ഇന്റഗ്രേറ്റർ ഇൻപുട്ട് വോൾട്ടേജിന്റെ ഒരു നെഗറ്റീവ് ഇന്റഗ്രേറ്റഡ് വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നത്. അതേപോലെ ലോഗരിതമിക് ആംപ്ലിഫയറിൽ എന്താണ് വരുന്നത്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ലോഗരിതമിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ വരുന്നത്. ഓക്കെ, an op-amp based logarithmic amplifier produces a voltage at the output which is proportional to the logarithm of the voltage applied to the resistor connected to its inverting terminal. നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ആ റെസിസ്റ്ററിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ ലോഗരിതമിക് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഇതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലോഗരിതമിക് ആംപ്ലിഫയറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇൻപുട്ട് വോൾട്ടേജ് R1 വഴി എൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ ഒരു ഡയോഡാണ് ഇവിടെ ഇൻസ്റ്റഡ് ആയിട്ട്, അതായത് റെസിസ്റ്ററിന് പകരമായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡയോഡാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ദ ഒപ്പാം ഈസ് കണക്റ്റഡ് ടു ദ ഗ്രൗണ്ട്. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ എൻ്റെ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് 0 വോൾട്ട് ഈസ് അപ്ലൈഡ് അറ്റ് ദ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ദ ഒപ്പാം. അതിനർത്ഥം എന്താണ്, ഇവിടെ ഞാൻ 0 വോൾട്ട് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഈ ഒരു സ്ഥലത്ത് ഞാൻ 0 വോൾട്ട് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. According to the virtual short concept, the voltage at the inverting input terminal of an op-amp will be equal to the voltage at its non-inverting input terminal. അല്ലെ, അപ്പൊ എന്താണ് പറയുന്നത്, വോൾട്ടേജ് അറ്റ് ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ആൻ op-amp will be equal to the voltage at its non-inverting input. അതൊരു വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റിൽ എൻ്റെ ഇവിടെ എന്താണോ ഞാൻ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് അതേ സെയിം വോൾട്ടേജ് ആയിരിക്കും എൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും ഇൻവെർട്ടിംഗ് ടെർമിനലിലും കിട്ടുന്നത് അല്ലെ. സോ ദ വോൾട്ടേജ് അറ്റ് ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ വിൽ ബി 0 വോൾട്ട്സ്. എപ്പോഴാണ് വിർച്വൽ ഷോർട്ട് കോൺസെപ്റ്റിൽ ഇവിടെ എനിക്ക് 0 വോൾട്ടേജ് ആണ് വരുന്നത്, അതേ സെയിം 0 വോൾട്ടേജ് തന്നെ ആയിരിക്കും എനിക്ക് ഇൻവെർട്ടിംഗ് പോയിന്റിൽ കിട്ടുന്നത്. ഓക്കെ, so the nodal equation for the inverting input terminal നമുക്ക് എന്താണ് വരുന്നത്, IF that is equal to VI divided by R1, that is input feedback ആണ്, കറന്റ് ഫീഡ്ബാക്ക് ആണ് IF എന്ന് പറയുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R1. നമുക്ക് വരുന്ന നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ലോഗരിതമിക് ആംപ്ലിഫയർ that is equal to minus n VT ln VI divided by R1 IS. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ. V നോട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, n നമ്പർ ഓഫ് എത്ര നമ്പേഴ്സ് ആണ് നമുക്ക് വരുന്നത് അത്. ഓക്കെ, VT എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടെർമിനൽ വോൾട്ടേജ്, then ln VI ഇൻപുട്ട് വോൾട്ടേജ് R1 IS. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇക്വേഷൻ വോൾട്ടേജിന്റെ. In the above equation, the parameters n, Vt, Is are constant. നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ ഇക്വേഷനിലുള്ള n, Vt, Is എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. So the output voltage V0 will be proportional to the natural logarithmic of the input voltage Vi for a fixed value of resistance R1. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന എന്താണോ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് അതിന്റെ നാച്ചുറൽ ലോഗരിതമിക് ആ ഒരു റെസിസ്റ്റൻസ് ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുന്ന R1 ഫിക്സ്ഡ് ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഒരു നാച്ചുറൽ ലോഗരിതമിക് വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ op-amp based logarithmic amplifier circuit will be produce an output which is proportional to the natural logarithmic input voltage Vt when R1 Is is equal to 1 volt.
ഓക്കെ, അപ്പോൾ എപ്പോഴാണോ നമുക്ക് R1 IS എന്ന് പറയുന്നത് 1 വോൾട്ട് ആകുന്നത്, അപ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്, ദ ലോഗരിതമിക് ബേസ്ഡ് ആംപ്ലിഫയർ സർക്യൂട്ട് വിൽ ബി പ്രൊഡ്യൂസ് അത് പ്രൊപ്പോർഷണൽ ടു ദ നാച്ചുറൽ ലോഗരിതം ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് VT. അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് എപ്പോഴായിരിക്കും, നമുക്ക് ഈ ഒരു ടേംസ്, അതായത് ഡിവൈഡഡ് ബൈയിൽ വന്നിരിക്കുന്ന ടേംസ് 1 വോൾട്ട് ആകുമ്പോൾ. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹാസ് എ നെഗറ്റീവ് സൈൻ. നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ഒരു നെഗറ്റീവ് സൈൻ കണ്ടു. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമ്മൾ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് സൈൻ നമുക്ക് അവിടെ കാണുന്നത്. ലോഗരിതമിക് ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ആന്റി ലോഗരിതമിക്, അതായത് എക്സ്പോണൻഷ്യൽ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഓക്കെ, an anti-logarithmic amplifier or an anti-log amplifier is an electronic circuit that produces an output that is proportional to the anti-logarithmic of applied input. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിന്റെ ആന്റി ലോഗരിതമിക് റിസൾട്ട് ആയിരിക്കും നമുക്ക് അതിന്റെ റിസൾട്ട്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ആൻഡ് op-amp based anti-logarithmic amplifier produces a voltage at the output which is proportional to the anti-logarithmic of voltage that is applied to the diode connected to its inverting terminal. നമ്മൾ ഡയോഡ് എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ട് അതുവഴിയാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻപുട്ട് വോൾട്ടേജിന്റെ ആന്റി ലോഗരിതമിക് വാല്യൂ ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ദ നോൺ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഓഫ് ദ op-amp ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അപ്പോൾ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ എവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഗ്രൗണ്ടിൽ. ഇറ്റ് മീൻസ് 0 വോൾട്ട് ഈസ് അപ്ലൈഡ് ടു ഈസ് നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ. നമ്മൾ അവിടെ നോക്കി അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആന്റി ലോഗരിതമിക് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ആന്റി ലോഗരിതമിക്. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്തത്, ഫീഡ്ബാക്ക് ആയിട്ട് ഡയോഡാണ് യൂസ് ചെയ്തിരുന്നത്, ഇൻപുട്ട് ആയിട്ട് ഞാൻ എന്താ കൊടുത്തിരുന്നത്, റെസിസ്റ്റർ. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫീഡ്ബാക്ക് ആയിട്ട് റെസിസ്റ്റൻസ് RFഉം ഇൻപുട്ട് ആയിട്ട് ഡയോഡും ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ എൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനൽ ആസ് യൂഷ്വൽ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഷോർട്ട് ടൈമിൽ ആ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ നമുക്ക് എന്താവുന്നുണ്ട്, എന്താണോ വോൾട്ടേജ് എൻ്റെ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുത്തിരിക്കുന്നത് ആ സെയിം വോൾട്ടേജ് തന്നെയായിരിക്കും എനിക്ക് എൻ്റെ ഇൻവെർട്ടിംഗ് ടെർമിനലും ഒക്യൂർ ആവുന്നത് അല്ലേ. ഓക്കെ, സോ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് അപ്പോൾ അതിനുശേഷം നമ്മുടെ ആന്റി ലോഗരിതമിക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്ന് അറിയണമല്ലോ. അതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു -RFIS e raised to VI divided by NVT. ഇതാണ്. അപ്പോൾ നമുക്ക് എക്സ്പോണൻഷ്യൽ ടേം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ RFഉം ISഉം ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. അതുപോലെ തന്നെ NVT എന്നൊക്കെ പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. IS NVT എന്ന് പറയുന്നതൊക്കെ ഒരു കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിച്ച് ഈസ് ദ ആന്റി ലോഗ് ഓർ എക്സ്പോണൻഷ്യൽ വാല്യൂ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു RF വാല്യൂ ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, V0 ഈസ് ദ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്പോണൻഷ്യൽ ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രിസിഷൻ റെക്ടിഫയർ ഈസ് എ കോൺഫിഗറേഷൻ obtained with an operational amplifier in order to have a circuit behave like an ideal diode and a rectifier. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഓപ്പറേഷണൽ സർക്യൂട്ടിനെ നമുക്ക് ഒരു ഐഡിയൽ ഡയോഡായിട്ടോ അല്ലെങ്കിൽ ഒരു റെക്ടിഫയർ ആയിട്ടോ വർക്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യിക്കണം എന്ന ആ ഒരു സർക്യൂട്ടിനെയാണ് നമ്മൾ പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഹൈ പ്രിസിഷൻ സിഗ്നൽ പ്രോസസ്സിംഗ്. ഹൈ പ്രിസിഷൻ ആയിട്ടുള്ള സിഗ്നൽ പ്രോസസ്സിംഗിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ആണ്. The major limitation of the conventional rectifier is that it cannot rectify the AC voltages below a forward voltage drop VD. That is, ഒരു 0.7 വോൾട്ടേജ്, ഒരു ഡയോഡിന്റെ 0.7 വോൾട്ടേജിന് താഴെ ഏതെങ്കിലും ഒരു AC വോൾട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ ആയിട്ടൊരു റെക്ടിഫയറിനെ നമുക്ക് സാധിക്കില്ല. അതാണ് ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു പ്രിസിഷൻ റെക്ടിഫയറിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇറ്റ് ഈസ് പോസിബിൾ ആണ്. ഒരു ഇൻപുട്ട് വോൾട്ടേജ് ഒരു ചെറിയൊരു സ്മോൾ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ, ഒരു ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡിലുള്ള വോൾട്ടേജ് ആണെങ്കിൽ കൂടെ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, AC വോൾട്ടേജിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു പ്രിസിഷൻ റെക്ടിഫയർ പറ്റും. ആ പ്രിസിഷൻ റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെക്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷൻ. നമ്മുടെ ഒരു പ്രിസിഷൻ റെക്ടിഫയറിന്റെ ഒരു ഡയഗ്രാം ആണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് നമ്മുടെ ഇൻവെർട്ടിംഗ് ടെർമിനലിലേക്കും നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് എടുത്തിരിക്കുന്നത് D1 D2 എന്ന് പറഞ്ഞിട്ട് 2 ഡയോഡുകളാണ് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രിസിഷൻ റെക്ടിഫയറിന്റെ
ഒരു സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇതാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൊടുക്കുന്നത്. അറ്റ് ദ ടൈം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ടേൺ ഓൺ ആകും അല്ലേ. D1 എന്ന് പറയുന്നത് അതായത് ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുമ്പോൾ എനിക്ക് ഇതിലൂടെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത് അല്ലേ. നോക്കൂ, R1 ഇങ്ങനെയാണ് എനിക്ക് വരുന്നത് D1 വരുമ്പോൾ. അടുത്തത് D2, അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താണ് അതിൻ്റെ D2 എന്ന് പറയുന്നത് എനിക്ക് ഓഫ് ആയിരിക്കും. ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എനിക്ക് എന്ത് വരും, എൻ്റെ D1 എന്ന് പറയുന്നത് ഓഫ് ആകുകയും D2 ടേൺ ഓൺ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റിസൾട്ട് ഇവിടെ വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദി പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ നോക്കൂ, a non-saturating half-wave precision rectifier circuit ആണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. when VI greater than 0 volt, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ the voltage at the inverting input becomes positive. അപ്പോൾ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് നമുക്ക് പോസിറ്റീവ് ആവുകയും forcing the output VOA to go negative. അപ്പോൾ ആ ഒരു VOAനെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകാനായിട്ട് നമ്മൾ അതായത് എന്താണ് നമുക്ക് ഇൻവെർട്ടിംഗ് ആണ് വരുന്നത്. ഇൻപുട്ട് പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്തായാലും നെഗറ്റീവ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിനെ നെഗറ്റീവിലേക്ക് ഫോഴ്സ് ചെയ്യാണ്. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർവേഡ് ബയാസിംഗ് ഓഫ് ഡയോഡ് D1. അതെന്ത് ചെയ്യും, എൻ്റെ D1 ഫോർവേഡ് ബയാസ് ആവുകയും ഒപ്പം ഔട്ട്പുട്ട് ഡ്രോപ്സ് ഓൺലി 0.7 വോൾട്ടേജ് ബിലോ ദ ഇൻവെർട്ടിംഗ് ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഡയോഡ് 2 നമുക്ക് എന്തായിരിക്കും, റിവേഴ്സ് ബയാസ് ആവുകയും ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് ആ ഒരു റീസൺ കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, ഇൻപുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത്. അതായത് മനസ്സിലായില്ല, അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് എന്താണ് പോസിറ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായാലും നമുക്ക് നെഗറ്റീവിലായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് D1 ടേൺ ഓൺ ആവുകയും D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ടാവില്ല. ഓക്കെ, then VI greater than 0, the op-amp output VOA becomes positive. അപ്പോൾ നമുക്ക് ഇൻപുട്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫോർവേഡ് ബയാസിംഗ് ഡയോഡ് D2 എന്ന് പറയുന്നത് നമുക്ക് ഫോർവേഡ് ബയാസ് ആവുകയും D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് സർക്യൂട്ട് ആകുമ്പോൾ ഇൻവെർട്ടിംഗ് റിസൾട്ട് അല്ലേ വരേണ്ടത്. സോ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എനിക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നമുക്ക് അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ നോക്കൂ, V0 is equal to 0, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് is equal to 0 എപ്പോൾ VI greater than 0 ആയിരിക്കുമ്പോൾ when V0 is equal to RF by RI V1, that is VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ലെസ് ദാൻ 0 ആകുമ്പോൾ, that is നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ. ഓക്കെ, the voltage VAO at the op-amp output is VOA is equal to 0.7 volt for VI greater than 0. VI greater than 0 ആണെങ്കിൽ നമുക്ക് മൈനസ് 0.7 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ VI ലെസ് ദാൻ 0 ആണെങ്കിൽ ഈ ഒരു വാല്യൂ അതായത് RF by RI into V1 plus 0.7 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. എപ്പോൾ VI എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0നേക്കാൾ ലെസ് ആണെങ്കിൽ, ഓക്കെ നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ 0 to ലെസ് മീൻസ് എന്താണ് ഒരു നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയതെല്ലാം അലോഗറിതമിക് നോക്കി, ആന്റി ലോഗറിതമിക് നോക്കി, ദെൻ പ്രിസിഷൻ റെക്ടിഫയർ നോക്കിയിട്ടുണ്ട് അല്ലെ. അടുത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. An instrumentation amplifier is one kind of an IC integrated circuit mainly used for the amplifying signal. ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. This amplifier comes under the family of the differential amplifier because it increases the disparity among two inputs. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്താണെന്ന് അല്ലെ. ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ടെർമിനലിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയും അതിനെ കമ്പയർ ചെയ്തിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്നും ഒരു തരത്തിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ആ രണ്ട് ഇൻപുട്ടുകളിൽ ഉണ്ടാകുന്ന ആ ഒരു ഡിസ്പാരിറ്റി നമുക്ക് കൂടുതലായിട്ട് കാണിച്ചു തരുന്നുണ്ട് അല്ലെ. The main function of this amplifier is to diminish the surplus noise that is chosen by the circuit. അപ്പോൾ എന്തെങ്കിലും ഒരു നോയ്സുകൾ നമുക്ക് അവിടെ ഒക്യുർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ ഒരു നോയ്സിന് ആ സർക്യൂട്ട് കാരണം എന്തെങ്കിലും ഒരു നോയ്സ് വരികയാണെങ്കിൽ അതിനെ നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് ഡിമിനിഷൻ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. The capacity to refuse noise is familiar to every IC pins which are known as CMRR. നമ്മൾ ഒരു നോയ്സിനെ ഇല്ലാണ്ടാക്കുന്ന ആ ഒരു ICയിൽ ഉണ്ടാകുന്ന പിന്നിനെ നമ്മൾ പറയുന്നതാണ് കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRR എന്നാണ് പറയുന്നത്. The instrumentation amplifier IC is an essential component in the designing of a circuit. ഓക്കെ, ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയർ IC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ആണ്. Due to its characteristics like high CMRR, open loop gain is high, low drift as well as low DC offset. ഇതൊക്കെയാണ് ഒരു ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയറിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത സൈഡിൽ നമ്മൾ ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നോക്കാൻ പോകുന്നത്. An instrumentation amplifier is used to amplify very low level signals, rejecting noise and inference signals. വളരെ ചെറിയ ലെവൽ സിഗ്നൽസ് ഓഫിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോയ്സസിനെ റിജക്റ്റ് ചെയ്യാനും ഇൻഫറൻസിനെ സിഗ്നൽസിനെയും റിജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. Input to the instrumentation amplifier will have very low signal energy. Therefore, the instrumentation amplifier should have high gain and should be accurate. നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിലേക്ക് വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് വളരെ വെരി ലോ സിഗ്നൽ എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താവാൻ പറ്റും, ഒരു ഹൈ ഗെയിൻ റിസൾട്ട് കിട്ടും. റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഹൈ ഗെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഷുഡ് ബി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്കൊരു ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ റിസൾട്ട് വരുന്നത്. The gain should be easily adjustable using a single control. ഒരു സിംഗിൾ ആയിട്ട് എന്തെങ്കിലും ഒരു കൺട്രോൾ വഴി മാത്രമായിട്ട് നമുക്ക് ഇതിന്റെ ഗെയിനിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. It must have high input impedance and low output impedance to prevent the loading. അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് കൂടുതലായിരിക്കും, ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് കുറവുമാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു ലോഡിംഗ് പ്രോബ്ലം നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട്. The instrumentation amplifier should have high CMRR since the transducer output will usually contain common mode signals such as noise when transmitted over long wires. അപ്പോൾ നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ നമുക്ക് ഒരു ലോങ് വയർ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂടെ ആ ഒരു ഇതിൽ നമുക്കൊരു നോയ്സസ് നമുക്ക് ആ ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യുന്നതിൽ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ CMRR എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ ഹൈ വാല്യൂ ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നോയ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. It must have a high slew rate to handle sharp rise time of events and provide a maximum undistorted output voltage swing. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു അൺഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർഷൻ നമ്മൾ കണ്ട കാര്യങ്ങളാണ് അല്ലെ. അപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അതിൽ വരില്ല എന്നാണ് പറയുന്നത്. ഏതിൽ, നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ ഒരു ഡയഗ്രാം. ബൈ യൂസിങ് ആൻ ഒപ്പാം അല്ലെ, നമുക്ക് 3 ഒപ്പാമുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 3 ഒപ്പാമുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എത്ര റെസിസ്റ്റേഴ്സ്, നമുക്ക് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, R3/R2 into 2R1 plus R gain divided by R gain whole divided by V1 minus V2. ഈ എബോ ഇക്വേഷൻ ആണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ആൻ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ. അതുപോലെ തന്നെ ദ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഈ റെസിസ്റ്റർ ഗെയിൻ, ഈ ഓവറോൾ ആയിട്ടുള്ള ആർ ഗെയിനെ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്കുകൾ. ഓക്കെ, താങ്ക് യു.